നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനായിലെ ജയിൽ അധികൃതർക്കാണ് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശിച്ചുള്ള കത്ത് ലഭിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത്തരമൊരു കത്ത് നൽകിയതെന്നാണ് വിവരം. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കണമെന്ന് കത്തിൽ പറയുന്നുണ്ട്. യമൻ പൗരൻ തലാൽ അബ്ദോ മഹദി കൊല്ലപ്പെട്ട കേസിൽ 2017 മുതൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനശ്രമം ഇതോടെ വഴിമുട്ടി. അതേസമയം ദിയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോൺ അറിയിച്ചു. $10 ലക്ഷം നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചത്. ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സൂചന. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ. യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലീമി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഇത് പിന്നീട് ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിച്ചു. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017-ലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018-ൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. കീഴ്ക്കോടതിയുടെ വിധി യമനിലെ സുപ്രീം കോടതിയും ശരിവച്ചു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളെ മോചിപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.